വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും രാഷ്ട്രീയ നീക്കങ്ങളുടെയും കാലഘട്ടത്തിലാണ് ആഗോള വ്യാപാരത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചത്. ഈ കഥ അന്താരാഷ്ട്ര ബിസിനസ്സിലെ ഒരു വലിയ മാറ്റത്തെ എടുത്തു കാണിക്കുന്നു. ശക്തരായ രാജ്യങ്ങൾക്കിടയിലെ വാദങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ മാറ്റമാണിത്. ഈ മാറ്റത്തിന്റെ ഫോക്കസ് പോയിന്റ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന അമേരിക്കയാണ്. വ്യാപാര ബന്ധങ്ങൾ പുനഃക്രമീകരിക്കാൻ ട്രംപ് വലിയ ഉത്സാഹം കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ പുതിയ നയങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ ഗണ്യമായി മാറ്റാൻ സാധ്യതയുള്ള നിരവധി ടാരിഫുകൾക്ക് കാരണമായി. ആഗോള വ്യാപാരത്തിൽ അമേരിക്ക വളരെ കാലമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന ട്രംപിന്റെ വിശ്വാസമാണ് ഈ സാഹചര്യത്തിന്റെ പശ്ചാത്തലം. അദ്ദേഹത്തിന്റെ ആദ്യ ടേമിൽ ചൈന, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റീൽ, അലുമിനിയം, മറ്റ് പ്രധാന ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് തീരുവ ചുമത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ട്രേഡ് പോളിസീസ് ആദ്യം ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഈ നടപടികളാണ് ഇപ്പോൾ വലിയ പദ്ധതിയുമായി വ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സെക്കൻഡ് ടൈം തുടരുമ്പോൾ ട്രംപ് ഭരണകൂടം അമേരിക്കയിലേക്ക് വരുന്ന മിക്കവാറും എല്ലാ ഇറക്കുമതികൾക്കും പൊതുവായ 10% തീരുവ പ്രഖ്യാപിച്ചു. 2025 ഏപ്രിൽ 9 മുതൽ ആരംഭിക്കാൻ പോകുന്ന ശക്തമായ ഡിക്ലറേഷൻ ഓഫ് എക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. പലരും ഇതിനെ താരിഫുകളുടെ ഒരു തരംഗത്തിന്റെ തുടക്കമായി കാണുന്നു. അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കുകയും അതിന്റെ വ്യാപാര പങ്കാളികളെ അവരുടെ സ്വന്തം സംരക്ഷണ വ്യാപാര രീതികൾ പുനഃപരിശോധിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. വർഷങ്ങളായി ലോക സമ്പദ് വ്യവസ്ഥ ശ്രദ്ധാപൂർവമായ സന്തുലിതാവസ്ഥകളെയും സങ്കീർണമായ കരാറുകളെയും ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ നയം കാര്യങ്ങൾ ഇളക്കിമറിക്കുന്നു. ട്രംപിന്റെ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗം പകരച്ചുങ്കം എന്ന ആശയമാണ്. ഉയർന്ന താരിഫുകൾ, മറ്റു വ്യാപാര തടസ്സങ്ങൾ, തന്ത്രപരമായ നിയന്ത്രണങ്ങൾ എന്നിവ പോലുള്ള അന്യായമായ വ്യാപാര രീതികളുള്ള രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ താരിഫുകൾ. ഈ പ്രശ്നങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ മത്സരിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. റോസ് ഗാർഡനിൽ ലിബറേഷൻ ഡേ എന്ന് വിളിക്കപ്പെട്ട ഒരു വലിയ പരിപാടിയിൽ പുതിയ താരിഫ് നിരക്കുകളുള്ള വിശദമായ ഒരു ചാർട്ട് പ്രസിഡന്റ് പ്രദർശിപ്പിച്ചു. അമേരിക്ക വീണ്ടും വളരെ സമ്പന്നമായി മാറുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ അവകാശപ്പെട്ടു. ഏകദേശം 60 വ്യാപാര പങ്കാളികൾ അധിക താരിഫുകൾ നേരിടേണ്ടി വരുന്ന ഒരു പദ്ധതിയും അദ്ദേഹം വെളിപ്പെടുത്തി. ഈ താരിഫുകൾ രാജ്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ആരംഭിക്കും. ചൈന പോലുള്ള ചില രാജ്യങ്ങൾക്ക് 54% വരെ ഉയർന്ന താരിഫുകൾ നേരിടേണ്ടി വന്നേക്കാം. അതേസമയം വിയറ്റ്നാം, ബംഗ്ലാദേശ് പോലുള്ള മറ്റ് രാജ്യങ്ങൾക്ക് യഥാക്രമം 46%വും 37%വും നിരക്കുകൾ നേരിടേണ്ടി വരും. ഈ പുതിയ സാമ്പത്തിക നയം സ്വാധീനിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ്. യുഎസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം എല്ലായ്പ്പോഴും സങ്കീർണമായിരുന്നു. തന്ത്രപരവും സൈനികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തിടെ വ്യാപാര അസന്തുലിതാവസ്ഥ ചില ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. യുഎസിന്റെ ശരാശരി ഇറക്കുമതി താരിഫ് 2.2% മാത്രമാണ്. കൂടാതെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ചുമത്തുന്ന വളരെ ഉയർന്ന താരിഫുകളെ ട്രംപ് വിമർശിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ യുഎസ് ഇറക്കുമതികളുടെ ശരാശരി താരിഫ് ഏകദേശം 12%. ട്രംപ് ഭരണകൂടം അതിന്റെ വ്യാപാര സമീപനത്തിൽ മാറ്റം വരുത്തുമ്പോൾ ഈ വ്യത്യാസം ഇപ്പോൾ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ നയത്തിൽ ഇന്ത്യൻ കയറ്റുമതിയിൽ 26% പകരച്ചുങ്കം ഉൾപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നിർദ്ദേശിക്കപ്പെട്ടത് 27%. ഈ പുതിയ താരിഫ് ഏർപ്പെടുത്തൽ വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഇന്ത്യയുടെ സാമ്പത്തിക പദ്ധതികൾക്കും ആഗോള വ്യാപാരത്തിൽ അതിന്റെ സ്ഥാനത്തിനും ഇത് ഒരു വലിയ വെല്ലുവിളി ഉയർത്തും. ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമോട്ടീവ് പാർട്സ്, തുണിത്തരങ്ങൾ, കൃഷി എന്നിവയുൾപ്പെടെ വിവിധ വ്യവസായങ്ങളെ ഇത്രയും ഉയർന്ന താരിഫ് വളരെയധികം ബാധിക്കുമെന്ന് ഇന്ത്യൻ ട്രേഡ് എക്സ്പെർട്സ് മുന്നറിയിപ്പ് നൽകുന്നു. വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവും കടുത്ത ആഗോള മത്സരവും കാരണം ടെക്സ്റ്റൈൽ വ്യവസായം ഇതിനകം തന്നെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. താരിഫിൽ നിന്നുള്ള വർദ്ധിച്ച ചെലവുകൾ ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ത്യയുടെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ മേഖല ഇരട്ടി പ്രഹരമാണ് നേരിടുന്നത്. കാരണം ഉയർന്ന ഉൽപാദന ചെലവ് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ തന്നെ യുഎസ് വിപണിയിൽ നിന്നുള്ള ഡിമാൻഡിൽ ഇടിവ് കാണാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ കയറ്റുമതിക്ക് നിർണായകമായ ഓട്ടോമോട്ടീവ് വ്യവസായവും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കും. കുറഞ്ഞ ചെലവുകളുടെയും അനുകൂലമായ നിയന്ത്രണങ്ങളുടെയും പ്രയോജനം നേടുന്നതിനായി പല അമേരിക്കൻ കമ്പനികളും അവരുടെ ഉൽപാദനം ഇന്ത്യയിലേക്ക് മാറ്റി. എന്നാൽ ഇറക്കുമതി ചെയ്യുന്ന ഭാഗങ്ങൾക്ക് ഇപ്പോൾ ഈ കമ്പനികൾക്ക് വളരെയധികം ഉയർന്ന ചെലവുകൾ നേരിടേണ്ടി വരുന്നു. ഇത് ഉൽപാദന കാലതാമസത്തിനും വാഹനവില വർധനവിനും കാരണമായേക്കാം. കൂടാതെ അന്താരാഷ്ട്ര വ്യാപാരത്തിന് അത്യന്താപേക്ഷിതമായ വിതരണ ശൃംഖലകളുടെ പുനഃസംഘടന ആവശ്യമായി വന്നേക്കാം. കൃഷിയും ഒരു നിർണായക ഘട്ടത്തിലാണ്. പ്രത്യേക വ്യാപാര കരാറുകൾ കാരണം ഇന്ത്യയിൽ നിന്നുള്ള അരി, സുഗന്ധവ്യഞ്ജനങ്ങൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവയുടെ കയറ്റുമതി അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നയങ്ങളിൽ അവയുടെ മത്സരശേഷി നഷ്ടപ്പെട്ടേക്കാം. 26% താരിഫിന്റെ ഭാരം വ്യാപാര രീതികളിൽ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും വരുമാനത്തിനായി കാർഷിക കയറ്റുമതിയെ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗത്തെയും ബാധിച്ചേക്കാം. വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾ കാരണം
ഇന്ത്യൻ ലീഡേഴ്സ് അവരുടെ ചർച്ചകളിൽ ജാഗ്രത പാലിക്കുന്നു. നിലവിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അമേരിക്കൻ ഒഫീഷ്യൽസുമായി ചർച്ചകൾ നടത്തുകയാണ്. പുതിയ താരിഫുകളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം ഡാറ്റ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു. വ്യാപാര വിദഗ്ധർ ന്യായമായ ഒരു സമീപനമാണ് ശുപാർശ ചെയ്യുന്നത്. ചിലപ്പോൾ ഇരു കക്ഷികളും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നേക്കാം. പ്രധാന US ഇറക്കുമതികളുടെ താരിഫ് കുറയ്ക്കുക എന്നതാണ് ഉയർന്നു വന്ന ഒരു നിർദ്ദേശം. അപ്പോൾ തിരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചർച്ചകൾ ഒരു പ്രധാന കാര്യം ഊന്നി പറയുന്നുണ്ട്. പുതിയ താരിഫുകൾ ന്യായമായ സാമ്പത്തിക സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെങ്കിലും സങ്കീർണവും പ്രയോജനകരവുമായ ബന്ധങ്ങൾ സംരക്ഷിക്കുകയും വേണം. ആഗോള വ്യാപാരത്തിന് ഈ ബന്ധങ്ങൾ അത്യാവശ്യമാണ്. ഈ ചർച്ചകൾ തുടരുമ്പോൾ ട്രംപിന്റെ താരിഫ് നയത്തിന്റെ ലോകമെമ്പാടുമുള്ള ആഘാതം കൂടുതൽ വ്യക്തമാവുകയാണ്. ഈ നയം വെറുമൊരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല, സംരക്ഷണവാദത്തിലേക്കുള്ള വിശാലമായ പ്രവണതയുടെ ഭാഗമാണിത്. ഈ പ്രവണത അന്താരാഷ്ട്ര വ്യാപാരത്തെ പുനർനിർമ്മിക്കുന്നു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ സാധ്യമായ തിരിച്ചുള്ള നടപടികൾക്ക് തയ്യാറെടുക്കുകയാണ്. വിപണി അസ്ഥിരതയുടെ ആദ്യ ലക്ഷണങ്ങൾ ഇതിനകം തന്നെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. പ്രഖ്യാപനത്തെ തുടർന്ന് US സ്റ്റോക്ക് ഫ്യൂച്ചറുകൾ ഏകദേശം 4% കുറഞ്ഞു. ജപ്പാനിലെ നീക്കി, ബ്രിട്ടന്റെ FTSE 100 എന്നിവയുൾപ്പെടെയുള്ള ആഗോള വിപണികളിൽ ഗണ്യമായ ഇടിവ് അനുഭവപ്പെട്ടു. ഉപഭോക്തൃവില ഉയരുന്നതിനും കോർപ്പറേറ്റ് ലാഭം കുറയുന്നതിനുമുള്ള സാധ്യതയെക്കുറിച്ച് നിക്ഷേപകർ ഇപ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു. ഇന്ത്യയിൽ ഇതിന്റെ ആഘാതം പ്രത്യേകിച്ചും ശ്രദ്ധേയമായിരുന്നു. താരിഫ് പ്രഖ്യാപിച്ചതിനു ശേഷം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ വിപണികളിൽ നിന്ന് വലിയ തുകകൾ പിൻവലിക്കാൻ തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ FPIകൾ 10,000 കോടി രൂപയിലധികം മൂല്യമുള്ള ഓഹരികൾ വിറ്റഴിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യം വിപണിയിലെ അസ്ഥിരതയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. പണത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്ക് ഇതിനകം തന്നെ അസ്ഥിരമായ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുന്നു. ഈ വ്യാപാര യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ മാസങ്ങളോ വർഷങ്ങളോ പോലും നീണ്ടു നിൽക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഉടനടിയുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കപ്പുറം ട്രംപിന്റെ താരിഫുകൾ വാഷിംഗ്ടണിലും ന്യൂഡൽഹിയിലും ഒരു ചൂടേറിയ ചർച്ചയ്ക്ക് തിരികൊളുത്തി. US ഈ നടപടികൾ അനിവാര്യമാണെന്ന് വ്യാപാര ഉദ്യോഗസ്ഥർ ശക്തമായി വിശ്വസിക്കുന്നു. അമേരിക്കൻ ജോലികളും വ്യവസായങ്ങളും സംരക്ഷിക്കുന്നതിന് താരിഫുകൾ ആവശ്യമാണെന്ന് അവർ വാദിക്കുന്നു. വളരെ കാലമായി രാജ്യത്തോട് അന്യായമായി പെരുമാറുന്നുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ന്യായമായ പരിഗണന ആവശ്യപ്പെടേണ്ട സമയമാണിതെന്ന് അവർ കരുതുന്നു. താരിഫുകളെ ഒരു നിർണായക പരിഹാരമായി പിന്തുണയ്ക്കുന്നവർ കാണുന്നു. എന്നാൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ വളരെ മോശമാകുമെന്ന് വിമർശകർ ആശങ്കപ്പെടുന്നു. ഇത് ഒരു പൂർണ്ണ തോതിലുള്ള ട്രേഡ് വാറിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഗ്രേറ്റ് ഡിപ്രഷൻ കാലത്ത് നേരിട്ട വെല്ലുവിളികൾക്ക് സമാനമായ പകരച്ചുങ്കങ്ങളുടെ ഒരു പരമ്പരയ്ക്കും ആഗോള വ്യാപാരത്തിൽ ഇടിവിനും കാരണമാകും. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി ജാഗ്രതയോടെയുള്ള ശുഭാപ്തി വിശ്വാസത്തിന്റെയും ഗുരുതരമായ ആശങ്കയുടെയും ഒരു മിക്സ് ആണ്. ചില ബിസിനസ് ലീഡേഴ്സ് ഇതിനെ വ്യാപാര കരാറുകൾ വീണ്ടും ചർച്ച ചെയ്യാനുള്ള അവസരമായി കാണുന്നു. ഇത് ഭാവിയിൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും വർദ്ധിച്ചു വരുന്ന ചെലവുകളും തടസ്സപ്പെട്ട വിതരണ ശൃംഖലകളും ഇപ്പോഴും പ്രധാന ആശങ്കകളാണ്. ഇന്ത്യയിലെ ബിസിനസ് സമൂഹത്തിലെ പ്രമുഖ വ്യക്തികൾ തങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക മാറ്റങ്ങളുടെ ആവശ്യകതയെ അഭിസംബോധന ചെയ്യുന്നതിനൊപ്പം സുപ്രധാന വ്യാപാര ബന്ധങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സന്തുലിത സമീപനത്തിന് അവർ ആഹ്വാനം ചെയ്യുന്നു. ഒരു മുതിർന്ന എക്സിക്യൂട്ടീവ് ചൂണ്ടിക്കാട്ടിയത് ഇത്രയും വലിയ താരിഫ് അത് നമ്മുടെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്നു എന്നാണ്. ചർച്ചകൾ എത്രത്തോളം നിർണായകമാണെന്ന് ഇത് എടുത്തു കാണിക്കുന്നു. ട്രംപിന്റെ താരിഫുകളുടെ കഥ തീവ്രമായ നയതന്ത്രത്തെയും സാമ്പത്തിക തടസ്സങ്ങളെയും ചുറ്റിപ്പറ്റിയാണ്. രാജ്യങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ തിടുക്കം കൂട്ടുമ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു. ഈ നിർണായക നിമിഷങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ആഗോള വ്യാപാരത്തിന്റെ ഭാവിയെ പുനർനിർമ്മിക്കുമെന്ന് പലരും മനസ്സിലാക്കുന്നു. അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ പോലും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കൂടുതൽ ന്യായമായ ഒരു വ്യാപാര സംവിധാനം ഉയർന്നു വരുമെന്ന ശുഭാപ്തി വിശ്വാസം നിലനിൽക്കുന്നു. നവീകരണവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ പുതിയ സംവിധാനം സഹായിക്കും. സാമ്പത്തിക ശക്തിക്കായുള്ള തങ്ങളുടെ അഭിലാഷത്തെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സന്തുലിതമാക്കുന്നതിനുള്ള ഒരു മാർഗം അമേരിക്ക കണ്ടെത്തണം. ഇന്ത്യക്കും മറ്റ് ബാധിത രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ നേട്ടങ്ങൾ ആസ്വദിക്കുന്നതിനൊപ്പം പ്രാദേശിക ബിസിനസ്സുകളെ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. വരും ആഴ്ചകളിലും മാസങ്ങളിലും ചർച്ചകൾ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. വർദ്ധിപ്പിച്ച താരിഫുകളുടെ അടിയന്തര സമ്മർദ്ദം ലഘൂകരിക്കുന്ന വിട്ടുവീഴ്ചകൾക്കായി ഇരു കക്ഷികളും വഴി തേടുകയാണ്. കൂടുതൽ സ്ഥിരതയുള്ള ഒരു ഭാവിക്ക് അടിത്തറയിടാനും അവർ പ്രതീക്ഷിക്കുന്നു. നിലവിലെ സംഘർഷത്തെ ബഹുമാനത്തിലും പരസ്പര വിജയത്തിലും കെട്ടിപ്പടുത്ത ഒരു പങ്കാളിത്തമായി മാറ്റാൻ കഴിയുന്ന ഒരു സുപ്രധാന വ്യാപാര കരാറിനുള്ള സാധ്യതയുണ്ട്. വെല്ലുവിളി നിറഞ്ഞ സാമ്പത്തിക സാഹചര്യങ്ങളിൽ പോലും ആഗോള വിപണികളെ സ്ഥിരപ്പെടുത്താനും ശക്തമായ നയതന്ത്ര ശ്രമങ്ങളുടെ ശക്തി പ്രദർശിപ്പിക്കാനും അത്തരമൊരു കരാർ സഹായിക്കും. സംഭാഷണങ്ങൾ തുടരുമ്പോഴും ഇപ്പോഴും ധാരാളം അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥ പാൻഡമിക്കിൽ നിന്നും വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ ശ്രമിക്കുകയാണ്. ഇത് പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് വളരെ സെൻസിറ്റീവ് ആക്കുന്നു. പുതിയ താരിഫ് സംവിധാനം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ
അത് നിലവിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയും വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് മാർക്കറ്റ് എക്സ്പേർട്സ് മുന്നറിയിപ്പ് നൽകുന്നു. ചരിത്രം പറയുന്നത് സംരക്ഷണവാദം താൽക്കാലിക സഹായം നൽകുമെങ്കിലും അത് പലപ്പോഴും ഒരു ചെയിൻ ഓഫ് റെസ്പോൺസിലേക്ക് നയിക്കുമെന്നാണ്. ഈ പ്രതികരണങ്ങൾ ആഗോള വ്യാപാരത്തെ തകർക്കും. വലിയ കമ്പനികൾ മുതൽ ചെറിയ ലോക്കൽ കടകൾ വരെ എല്ലായിടത്തും ഈ താരിഫുകളുടെ ആഘാതം അനുഭവപ്പെടുന്നു. ഉൽപാദനം മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കൻ ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് അവരുടെ ജോലിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്. ഇത് അവരുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കുന്നു. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ചെലവുകളും അസ്ഥിരമായ വിപണി സാഹചര്യങ്ങളും കാരണം കയറ്റുമതിയിലൂടെ വളരുക എന്ന സ്വപ്നം അപകടത്തിലാണ്. ഈ സാമ്പത്തിക സാഹചര്യത്തിന്റെ മാനുഷിക വശം വളരെ പ്രധാനമാണ്. കുടുംബങ്ങളും സമൂഹങ്ങളും പെട്ടെന്നുള്ള മാറ്റങ്ങളും ആശ്ചര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു ഭാവിക്കായി ഒരുങ്ങുകയാണ്. ട്രംപിന്റെ താരിഫ് നയം നിക്ഷേപകർ വിപണിയെ എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റിമറിക്കുന്നു. മുൻകാല സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ഇതിനകം തന്നെ വക്കിലെത്തിയ ആഗോള സാമ്പത്തിക വിപണികൾ നിരവധി ഉയർച്ച താഴ്ചകൾ അനുഭവിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികൾ വളരെ പ്രവചനാതീതമാണ്. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിലെ അനിശ്ചിതത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. കേന്ദ്ര ബാങ്കുകളും ധനകാര്യ സംഘടനകളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. താരിഫുകളുടെ ഉടനടി പ്രത്യാഘാതങ്ങൾക്കപ്പുറം വ്യാപിച്ചേക്കാവുന്ന നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഈ നടപടികൾ കാരണമാകുമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. വാഷിംഗ്ടണിൽ ചർച്ചകൾ വളരെ ശക്തമാണ്. പുതിയ താരിഫുകളെ പിന്തുണയ്ക്കുന്നവർ ഈ നടപടികൾ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നു. ഈ നടപടികൾ അമേരിക്കൻ ബിസിനസ്സുകൾക്ക് ന്യായമായ മത്സരം സൃഷ്ടിക്കാനും ന്യായമായ വ്യാപാര രീതികൾ പുനഃസ്ഥാപിക്കാനും സഹായിക്കുമെന്ന് അവർ കരുതുന്നു. പ്രാദേശിക ഉൽപാദനവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വ്യാപാര ബന്ധങ്ങളിൽ മാറ്റം വരുത്തുന്നത് ആത്യന്തികമായി അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് ഗുണം ചെയ്യുമെന്ന് അവർ വാദിക്കുന്നു. എന്നിരുന്നാലും ഈ സംരക്ഷണ നയങ്ങളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഹ്രസ്വകാല നേട്ടങ്ങളെക്കാൾ കൂടുതലായിരിക്കുമെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നു. മുൻ വ്യാപാര തർക്കങ്ങൾ മൂലമുണ്ടായതിനു സമാനമായ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഇത് കാരണമാകുമെന്ന് അവർ ആശങ്കപ്പെടുന്നു. ലോകമെമ്പാടും സമ്മിശ്ര പ്രതികരണങ്ങളാണ്. ചില രാജ്യങ്ങൾ സമാനമായ നടപടികൾ നടപ്പിലാക്കാൻ തയ്യാറാണ്. അതേസമയം മറ്റു ചില രാജ്യങ്ങൾ ആഗോള വ്യാപാര വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ തേടുന്നു. അന്താരാഷ്ട്ര വ്യാപാര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്ന ലോക വ്യാപാര സംഘടന ഇപ്പോൾ അവഗണിക്കപ്പെടുന്നു. വ്യാപാര സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് രാജ്യങ്ങൾ പുതിയ രീതികൾ തേടുമ്പോൾ ആഗോള വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി വളരെ ഗുരുതരമാണ്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ 26% തീരുവ ഏർപ്പെടുത്തുന്നത് ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, അത് ദീർഘകാലാടിസ്ഥാനത്തിൽ കാര്യമായ മാറ്റങ്ങൾക്കും കാരണമാകും. ഇന്ത്യൻ ലീഡേഴ്സ് ഇപ്പോൾ അവരുടെ കയറ്റുമതിക്ക് പുതിയ വിപണികൾ കണ്ടെത്തുകയും പ്രാദേശിക ബിസിനസ്സുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ചുമതല. സാങ്കേതിക വിദ്യ പങ്കിടൽ മെച്ചപ്പെടുത്തുക, വിപണി പ്രവേശനം വർദ്ധിപ്പിക്കുക, വ്യാപാര കരാറുകൾ പരിഷ്കരിക്കുക എന്നിവയെക്കുറിച്ചുള്ള നിർണായക ചർച്ചകളിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു. ഈ ശ്രമങ്ങൾ അവരുടേതായ വെല്ലുവിളികളുമായി വരുന്നുണ്ടെങ്കിലും ഭാവിയിൽ ശക്തമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ അവ സഹായിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.